ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് നാളെ ബേസിക് സയൻസ് ആണ് എക്സാം, ക്രിസ്മസ് എക്സാം ആണ്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കി നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ വേറൊരു സമഗ്രയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി എന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫൈബ്രസ് റൂട്ട് പ്ലാന്റ്? തന്നിരിക്കുന്നതിൽ ഫൈബ്രസ് റൂട്ട് പ്ലാന്റിന്റെ എക്സാമ്പിൾ ഏതാണ്? മാംഗോ, ഗ്രാസ്, നീം, റോസ്. ഏതാണ്? ഗ്രാസ് ആണ്. ഇനി നെക്സ്റ്റ്, വാട്ടർ ഈസ് കോൾഡ് യൂണിവേഴ്സൽ സോൾവെന്റ് ബിക്കോസ് എന്തുകൊണ്ടാണ് വെള്ളത്തിന് യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത്? അപ്പോൾ ഇങ്ങനെ MCQ ആയിട്ടാ വരിക എന്നല്ല, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കൺസെപ്റ്റ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, എന്തുകൊണ്ടാണ് വെള്ളത്തിന് യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഓൾവേസ് പുവർ, it dissolves most substances, it can be found everywhere, it is tasteless. എന്തുകൊണ്ടാണ്? it dissolves most substances. അപ്പോൾ ഒരുവിധം എല്ലാ സബ്സ്റ്റൻസസും വെള്ളത്തിൽ എന്താവും? ഡിസോൾവ് ആവും. അതുകൊണ്ടാണ് വെള്ളത്തിനെ നമ്മൾ എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിളിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വൈ വാട്ടർ ഈസ് കോൾഡ് യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ഇറ്റ് ഡിസോൾവ്സ് മോർ സബ്സ്റ്റൻസസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം, വാട്ട് ഡസ് എ സീഡ് നീഡ് ഫോർ ജെർമിനേഷൻ? ഒരു സീഡ് ജെർമിനേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെയാണ് ആവശ്യം? സോയിൽ ആൻഡ് സൺലൈറ്റ്, വാട്ടർ, എയർ ആൻഡ് വാംത്ത്, വാട്ടർ ആൻഡ് ഫെർട്ടിലൈസർ, sunlight, soil, nutrients. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നും കൂടി മാപ്റ്റ് ആയി വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നെക്സ്റ്റ് നാലാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 സക്സസ്ഫുള്ളി ലാൻഡഡ് ഓൺ, എവിടെയാണ് ലാൻഡ് ചെയ്തത്? നോർത്ത് പോൾ ഓഫ് ദ മൂൺ, സൗത്ത് പോൾ ഓഫ് ദ മൂൺ, ഇക്വേറ്റർ ഓഫ് ദ മൂൺ, ഫാർ സൈഡ് ഓഫ് ദ മൂൺ. ഏതാണ്? ഓപ്ഷൻ ബി, സൗത്ത് പോൾ ഓഫ് ദ മൂൺ. ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ അഡാപ്റ്റേഷൻ ഓഫ് സീഡ് ഡിസ്പേഴ്സൽ ബൈ വിൻഡ്? സീഡ് ഡിസ്പേഴ്സൽ ബൈ വിൻഡിന്റെ അഡാപ്റ്റേഷൻ എന്താണ്? ഓപ്ഷൻ എ, ഹെവി സീഡ്സ്, ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ്, ഫൈബ്രസ് ഹസ്ക്, ഫ്ലഷി ഫ്രൂട്ട്സ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി, ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 നോക്കാം, മാച്ച് ദ ഫോളോയിങ് ആണ്. അത് കറക്റ്റ് ആയിട്ട് തന്നെയാണ്, മാച്ച് ചെയ്യാനൊന്നുമില്ല. യൂണിവേഴ്സൽ സോൾവെന്റ് വാട്ടർ ആണ്, സീഡ് ഡിസ്പേഴ്സൽ ബൈ വാട്ടർ കോക്കനട്ട്, ടാപ്പ് റൂട്ട് സിസ്റ്റം മാംഗോ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് നാവിഗേഷൻ ആൻഡ് GPS, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഗ്രാസ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം, ആൻസർ ഇൻ ബ്രീഫ്, എക്സ്പ്ലെയിൻ വൈ ടെസ്റ്റിംഗ് വാട്ടർ ക്വാളിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് വെള്ളത്തിനെ പരിശോധിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ ആണ് ഇത്, എൻഷുവേഴ്സ് വാട്ടർ ഈസ് സേഫ് ഫോർ ഡ്രിങ്കിങ്. എന്താണ്? അപ്പം വെള്ളം നമ്മളിങ്ങനെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ അത് കുടിക്കാൻ നല്ലതാണോ എന്ന് നമ്മൾ എൻഷുവർ ചെയ്യാണ്. ഡിറ്റക്ട്സ് ഹാർംഫുൾ ബാക്ടീരിയ, കെമിക്കൽസ് ഓർ പൊല്യൂട്ടൻസ്. അപ്പോൾ അതിലുള്ള ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ്, അതുപോലെ കെമിക്കൽസും പൊല്യൂട്ടൻസും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പ്രിവെൻറ്റ്സ് ഡിസീസസ് കോസ്ഡ് ബൈ കണ്ടാമിനേറ്റഡ് വാട്ടർ. അപ്പോൾ ഇങ്ങനെ വെള്ളം കണ്ടാമിനേറ്റഡ് വാട്ടറിൽ നിന്നിട്ടുള്ള ഡിസീസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ചോദ്യം, ഹൗ ഡു പ്ലാന്റ്സ് ബെനിഫിറ്റ് ഫ്രം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്? എങ്ങനെയാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിൽ നിന്ന് പ്ലാന്റിന് ബെനിഫിറ്റ് ആകുന്നത്? എങ്ങനെയാണ്? പ്രൊവൈഡ് വാട്ടർ ഫോർ ഇറിഗേഷൻ ആയിട്ട് വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെഡ്യൂസ് ഡിപ്പെൻഡൻസി ഓൺ ഗ്രൗണ്ട് വാട്ടർ, പ്രിവെന്റ് സോയിൽ എറോഷൻ. നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ 2 മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ മോണോക്കോട്ട് ആൻഡ് ഡൈക്കോട്ട് പ്ലാന്റ്സ്? മോണോക്കോട്ട് പ്ലാന്റ്സിൻ്റെയും ഡൈക്കോട്ട് പ്ലാന്റ്സിൻ്റെയും മെയിൻ ഡിഫറൻസ് എന്താണ്? മോണോക്കോട്ട് എന്ന് പറയുന്നത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ്, പാരലൽ വീനേഷൻ ആണ്. ഇനി ഡൈക്കോട്ട് ആണെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്, അത് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ് വരുന്നത്. ഇനി നാലാമത്തെ ചോദ്യം, റൈറ്റ് 2 എക്സാമ്പിൾസ് ഓഫ് plants that use roots on other than soil for growth. അപ്പോൾ ഏതാണ്? സോയിൽ അല്ലാണ്ട് ഉള്ള റൂട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ഏതാണ്? ഓർക്കിഡും അതുപോലെ തന്നെ മാംഗ്രൂവ്സും.
ഇനി നമുക്ക് അടുത്തത് ട്രൂ ഓർ ഫോൾസ് പോലെയാണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ക്യാൻ ഹെൽപ്പ് റീചാർജ് ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ അതെന്താണ്? അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ട്രൂ. സീഡ്സ് നീഡ് ഫെർട്ടിലൈസർ ടു ജെർമിനേറ്റ്. സീഡ്സിന് എന്ത് വേണം? വലുതാവണം എന്നുണ്ടെങ്കിൽ, ജെർമിനേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസർ വേണം. അപ്പോൾ അത് കറക്റ്റ് ആണ്. സോ അത് തെറ്റാണ്, അത് ഫോൾസ് ആണ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ യൂസ്ഡ് ഓൺലി ഫോർ കമ്മ്യൂണിക്കേഷൻ. അതും തെറ്റാണ്. കോക്കനട്ട് സീഡ്സ് ആർ ഡിസ്പേഴ്സ്ഡ് ബൈ വാട്ടർ. വാട്ടറിൽ നിന്നാണ് കോക്കനട്ട് സീഡ്സ് ഡിസ്പേഴ്സ് ആവുന്നത്. അത് കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ പ്രോസസ് ഓഫ് a seed sprouting and beginning to grow. അപ്പോൾ ആ പ്രോസസ്സ് ഇങ്ങനെ മുളച്ചിട്ട് അത് വലുതാവുന്ന ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ജെർമിനേഷൻ. ഓക്കെ. നെക്സ്റ്റ് നെയിം 3 ways water helps plants in their life cycle. അപ്പോൾ മൂന്ന് വേസ് വാട്ടർ അവരുടെ ലൈഫ് സൈക്കിളിൽ എങ്ങനെയാണ് പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഫെസിലിറ്റേറ്റ് ഫോട്ടോസിന്തസിസ്, ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ് ഫ്രം റൂട്ട്സ് ടു ലീവ്സ്, മെയിൻറ്റെയിൻസ് പ്ലാന്റ് സ്ട്രക്ചർ. ഓക്കെ. ഇനി മൂന്നാമത്തെ, വാട്ട് റോൾ ഡു സാറ്റലൈറ്റ്സ് പ്ലേ ഇൻ വെദർ ഫോർകാസ്റ്റിംഗ്? എന്ത് റോളാണ് സാറ്റലൈറ്റ് വെദർ ഫോർകാസ്റ്റിംഗിൽ പ്ലേ ചെയ്യുന്നത്? പ്രൊവൈഡ് ഡാറ്റ ഓൺ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, ഹെൽപ്പ് പ്രെഡിക്റ്റ് സ്റ്റോംസ്, റെയിൻഫോൾ ആൻഡ് ടെമ്പറേച്ചർ ചേഞ്ചസ്, എനാബിൾ ആക്യുറേറ്റ് ആൻഡ് ടൈംലി വെദർ റിപ്പോർട്ട്സ്. Okay, next activity 6 നോക്കി നോക്കാം. Write about 3 different methods of seed dispersal and provide examples for each. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സീഡ് ഡിസ്പേഴ്സൽ 3 തരമായിട്ട് നമുക്ക് ചെയ്യാം. ബൈ വിൻഡ്, ബൈ വാട്ടർ, ബൈ ആനിമൽ. അപ്പോൾ ബൈ വിൻഡ് വരുന്നത് ഏതൊക്കെയാണ്? ഡാൻഡലിയൻ, മിൽക്ക് വീഡ്. ബൈ വാട്ടർ, കോക്കനട്ട്, ലോട്ടസ്. ബൈ ആനിമൽസ്, ബർഡോക്ക്, മാംഗോ. ഓക്കെ. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ, വൈ ഈസ് വാട്ടർ കൺസിഡർഡ് എസെൻഷ്യൽ ഫോർ ലൈഫ്? ലിസ്റ്റ് 3 യൂസസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ വെള്ളത്തിൻ്റെ 3 യൂസസ് എന്തൊക്കെയാണ്? റെഗുലേറ്റ്സ് ബോഡി ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എയ്ഡ്സ് ഇൻ ഡൈജസ്റ്റ് ആൻഡ് ന്യൂട്രിയൻ ട്രാൻസ്പോർട്ട്. അപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാനും ഈ ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്പോർട്ടിനും വെള്ളം സഹായിക്കുന്നുണ്ട്. റിമൂവ്സ് വേസ്റ്റ് ത്രൂ സ്വെറ്റ് ആൻഡ് യൂറിൻ. സ്വെറ്റിലൂടെയും യൂറിനിലൂടെയും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഏഴാമത്തെ ചോദ്യം, ഇമാജിൻ എ പ്ലേസ് വിത്ത് ലിമിറ്റഡ് വാട്ടർ സപ്ലൈ. റൈറ്റ് 3 മെഷേഴ്സ് യു വുഡ് സജസ്റ്റ് ടു കൺസേർവ് വാട്ടർ. അപ്പോൾ ഒരു സ്ഥലത്ത് എന്താ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വെള്ളം നമുക്ക് സംരക്ഷിക്കണം. അതിന് 3 വേസ് പറയാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? പ്രാക്ടീസ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഫിക്സ് ലീക്കിംഗ് ടാപ്സ് ആൻഡ് പൈപ്സ്, യൂസ് വാട്ടർ എഫിഷ്യൻറ്റ് അപ്ലയൻസസ്. ഓക്കെ. ഇനി രണ്ടാമത്തെ, ഡിസ്ക്രൈബ് ഹൗ ഹൈഡ്രോപോണിക്സ് ക്യാൻ ബി എ സൊല്യൂഷൻ ഫോർ ഫാമിംഗ് ഇൻ urban ഏരിയാസ്. എങ്ങനെയാണ് ഈ urban ഏരിയാസിൽ ഹൈഡ്രോപോണിക്സ് സൊല്യൂഷൻ ഹെൽപ്പ് ചെയ്യുന്നത്? uses nutrient-rich water instead of soil, requires less space, making it ideal for cities, conserve water by recycling it within the system. Next, last activity, activity 6 ആണ്. Write on the significance of Chandrayaan 3 and its contribution to space exploration. അപ്പോൾ എന്തൊക്കെയാണ് ചന്ദ്രയാൻ 3ന്റെ സിഗ്നിഫിക്കൻസും അതിൻ്റെ കോൺട്രിബ്യൂഷൻസും? ലാൻഡഡ് സക്സസ്ഫുള്ളി ഓൺ ദ മൂൺ സൗത്ത് പോൾ. അപ്പോൾ മൂണിൻ്റെ സൗത്ത് പോളിൽ സക്സസ്ഫുൾ ആയിട്ട് ലാൻഡ് ചെയ്തു. ഹെൽപ്ഡ് കണ്ടക്ട് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ലൂണാർ സോയിൽ ആൻഡ് സർഫേഴ്സ്. അപ്പോൾ ലൂണാർ സോയിലും സർഫേഴ്സിലും എന്താണ് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തു. ബൂസ്റ്റഡ് ഇന്ത്യാസ് പൊസിഷൻ ഇൻ സ്പേസ് എക്സ്പ്ലോറേഷൻ. ഇനി നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഹൗ ദ വാട്ടർ സൈക്കിൾ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് വാട്ടർ അവൈലബിലിറ്റി ഓൺ എർത്ത്. എങ്ങനെയാണ് വെള്ളത്തിൻ്റെ സൈക്കിള് വാട്ടർ അവൈലബിലിറ്റി എർത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്? അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ പോയിന്റ്സ് എഴുതാം? ഇവാപ്രേഷൻ ടേൺസ് വാട്ടർ ഇൻ ടു വേപ്പർ. അപ്പോൾ ഇവാപ്രേഷനിലൂടെ വാട്ടർ എന്തായിട്ട് മാറും? വേപ്പർ ആയിട്ട് മാറും. കണ്ടൻസേഷൻ ഫോംസ് ക്ലൗഡ്സ്. എന്നിട്ട് അത് കണ്ടൻസ് ചെയ്തിട്ട് അത് എന്തായിട്ട് മാറും? അത് മേഘങ്ങളായിട്ട് മാറും. പ്രസിപ്പിറ്റേഷൻ റീപ്ലെൻഷസ് വാട്ടർ ബോഡീസ്. അത് പ്രസിപ്പിറ്റേഷൻ സംഭവിക്കും. എൻഷുവേഴ്സ് എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വാട്ടർ. അങ്ങനെ അതെന്താവും? അത് പിന്നെയും താഴേക്ക് വെള്ളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്രഷ് വാട്ടർ സപ്ലൈ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു മോഡലാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക? കൂട്ടുകാരൊന്ന്
നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അത് സമഗ്രയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.